വെള്ളം അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്, കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഏതാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് കണ്ട് ഇതാണ് അവിടുത്തെ സ്ട്രേറ്റ് ഓഫ് ഹോർമസിലെ അവസ്ഥ. കംപ്ലീറ്റ്ലി സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി അതിലൂടെ ഈ പരിപാടികളൊക്കെ തീർന്നിട്ട് പോയാൽ മതി നിങ്ങൾ എന്നുള്ള ഒരു മെസ്സേജും കൂടെ ഇറാൻ്റെ സൈഡിൽ നിന്ന് ഇപ്പം ലോകരാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും കൊടുത്തിട്ടുണ്ട്. എടോ, തനിക്ക് മുഴുവട്ടാണ്, തനി പ്രാന്ത്. താൻ ഒരാൾ കാരണമാണ് ഇപ്പം ഇസ്രായേലിനെ ഈ ലോകരാജ്യങ്ങൾ മൊത്തം വെറുക്കുന്നത്. യോ ക്രേസി മാൻ. ഇതാണ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞത്. ചിലപ്പം ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലി പ്രധാനമന്ത്രിയോട് ഇത്ര രൂക്ഷമായിട്ടുള്ള സംസാരിക്കുന്നത്. അതിൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് തല പോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മമ്മൂട്ടി ബിഗ് ബിയിൽ പറഞ്ഞ പോലെ ബാപ്പാക്ക് പണി കഴിഞ്ഞ് തിരിച്ച് ദുബായിലോട്ട് പോകണം, അതേ സ്ഥിതിയാണ് ട്രംപിന് യുദ്ധം അൽക്കുലത്തൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് നേരെ പോയിട്ട് ഐസ്ലാൻഡ് പിടിക്കാനുണ്ട്, ക്യൂബ പിടിക്കാനുണ്ട്, അങ്ങനെ പിടിക്കാൻ വെച്ച ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് എണ്ണ സമ്പത്തും അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടക്കാണ് ഇവൻ്റെ ഈ ചൊറിഞ്ഞ പരിപാടി എന്നുള്ള രീതിയിലാണ് ട്രംപ്, അതായത് ഇട്ട് കുടുങ്ങിയ അവസ്ഥയിലാണ് ഇപ്പം ട്രംപ് നിൽക്കുന്നത്. അതാണ് ഇന്നലത്തെ നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും ഫോൺ സംഭാഷണത്തിൻ്റെ രേഖകളായിട്ട് ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയില്ല, ലെബനോനിൽ വെടിനിർത്തൽ കരാറുകളൊക്കെ ഉണ്ട് പേരിനാണെങ്കിലും. അതിനുശേഷം ഏകദേശം 3500ഓളം ആളുകളെ, അതായത് ഹിസ്ബുള്ളനല്ല കേട്ടോ, അവിടുത്തെ പാവപ്പെട്ട സിവിലിയൻസിനെയാണ് ഇസ്രായേൽ കൊന്നു തീർത്തുകൊണ്ടിരിക്കുന്നത്. അതിന് തിരിച്ച് ഇസ്രായേലിലോട്ട് അടിക്കുന്നുണ്ട്. ഇസ്രായേലിൽ ഒരുപാട് പട്ടാളക്കാർ ദിവസവും വെച്ച് മരിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം. അതുമാത്രമല്ല, വിശാല ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് ലെബനോൻ്റെ പല ഭാഗങ്ങളും അവരുടെ ഭാഗത്തോട്ട് പിടിച്ചു തീർത്തുന്നുണ്ട്. ഇതാണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിപ്പോഴും കണ്ണടച്ചിട്ട് ഇതെന്തോ വേറെന്തോ സംഭവമാണ്, 4 മുസ്ലിങ്ങൾ ചത്തോട്ടെ എന്ന് തീരുമാനം. നമ്മുടെ നാട്ടിലെ ഈ സംഘ പരിവാണങ്ങൾ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിമാണ് എതിർവശത്ത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് കുറേ മരിക്കുന്നത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. പക്ഷേ ലോകരാജ്യങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, ഇന്ത്യയിലെ സംഖ്യകൾ വെച്ച് ബാക്കിയുള്ള എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. ഇത് ചെയ്യുന്നത് ചെറ്റത്തരമാണെന്നുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. അപ്പം അത് വ്യക്തമായിട്ട് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ട്രംപ് അങ്ങനെ ഒരു കോൾ ഇപ്പം നെതന്യാഹുവിനെ ചെയ്തതും പച്ചത്തെറി വിളിച്ചിട്ടുള്ളതും. ഈ റിപ്പോർട്ട് അമേരിക്കൻ മാധ്യമ ഏജൻസി ആയിട്ടുള്ള ആക്സിയോസിൻ്റെ സൈഡിൽ നിന്നാണ് ഈ റിപ്പോർട്ട് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ട്രംപ് നെതന്യാഹുവിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച്, നീ പ്രാന്തനാണ്, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ നീ ജയിലിലായേനെ, ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും എല്ലാ ആളുകളും ഇസ്രായേലിനെ വെറുക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വരുന്നത്. അതായത് ബെയ്റൂട്ടിന് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ തങ്ങളുടെ റെഡ് ലൈൻ ആണെന്നും, അതായത് ഇനി അങ്ങോട്ട് ഒരു അടി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ റെഡ് ലൈൻ ക്രോസ് ചെയ്തിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു തരത്തിലുള്ള യുദ്ധത്തിൻ്റെ സംസാരങ്ങളും അല്ലെങ്കിൽ ഡീലുകളൊന്നും വേണ്ട. ഇനി ഇസ്രായേൽ ലെബനോനിലോട്ട് അടിക്കുകയാണെങ്കിൽ തിരിച്ച് ഇസ്രായേൽ ഞങ്ങൾ ചാമ്പലാക്കും എന്നുള്ള രീതിയിലാണ് ഇറാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കുന്നില്ല. ഇറാൻ ഈ ലെവലിൽ മുന്നോട്ട് പോകണമെങ്കിൽ അമേരിക്കയ്ക്കും യുദ്ധത്തിൻ്റെ ഭാഗം വീണ്ടും ആകേണ്ടി വരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് കയ്യിൽ നിന്ന് പോകും എന്ന് വ്യക്തമായിട്ട് ട്രംപിന് അറിയാം. നിക്കക്കള്ളി ഉണ്ടാവില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ട്രംപ് ഇത്ര രൂക്ഷമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അതായത് താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തലിൻ്റെ ശ്രമമാണ് ഇപ്പം മുന്നോട്ട് വരുന്നത്. ബെയ്റൂട്ടിന് നേരെയുള്ള വലിയ ആക്രമണത്തിൽ നിന്നും നെതന്യാഹു പിന്മാറിയെന്നും ഇസ്രായേലും ഹിസ്ബുള്ളയും പരസ്പരം വെടിവെപ്പ് നിർത്താൻ താൻ, അതായത് നമ്മളെ ട്രംപണ്ണനാണ് ലോക സമാധാനം കൊണ്ടുവരുന്ന ആളാണല്ലോ, അപ്പം ഞാനാണ് അതിന് മുൻകൈ എടുത്തത് എന്നുള്ള ചില വാദങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഇതിൻ്റെ നെതന്യാഹുവിൻ്റെ സൈഡിൽ നിന്നുള്ള നിലപാടുകൾ, അതായത് വെടിനിർത്തൽ, അതായത് ഹിസ്ബുള്ളക്ക് നേരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ നിർത്തുകയില്ല, ബെയ്റൂട്ടിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടാണ് ഞങ്ങൾ ഇത് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ നിലപാടിൽ നിന്ന് മാറ്റമൊന്നുമില്ല, ഞങ്ങൾ ലെബനോൻ ഇല്ലാണ്ടാക്കും, ഞങ്ങൾ അവിടെ മൊത്തം പിടിച്ചെടുക്കും. ഇതാണ് നെതന്യാഹു പുറത്തോട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത്രയും ദിവസം നമ്മൾ കണ്ടിട്ടുണ്ട് ഹോർമസിൻ്റെ പേരിലും എൻറിച്ച്ഡ് യുറേനിയത്തിൻ്റെ പേരിലൊക്കെ ആയിരുന്നു ചർച്ചകൾ വഴിമുട്ടി നിന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് മാത്രമല്ല, മൂന്നാമത്തെ ഒരു പോയിന്റും കൂടെ ഇറാൻ മുന്നോട്ട് എടുത്ത് വെക്കുകയാണ്. അതായത് തങ്ങളുടെ നെഗോഷിയേഷൻ പോയിന്റ്സിൽ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് യുറേനിയം ഞങ്ങൾ വിട്ടുതരാൻ പോകുന്നില്ല, ഹോർമസിൻ്റെ കൺട്രോൾ ഞങ്ങളുടെ കയ്യിൽ വേണം. മൂന്നാമതായിട്ട് തുടക്കത്തിലെ പറഞ്ഞായിരുന്നു, പക്ഷേ ലെബനോനിലോട്ടുള്ള ആക്രമണം ഇസ്രായേൽ ഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഇനി ആ പരിപാടിയും കൂടെ കംപ്ലീറ്റ്ലി നിർത്തിയെങ്കിൽ മാത്രമേ ഇനിയൊരു ടോക്കിന് മുന്നോട്ട് ഞങ്ങളുള്ളൂ എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഇത് മൊത്തം ചർച്ച വഴിമുട്ടി നിൽക്കുന്നത് എന്നുള്ളത് മാരിയവും ഇന്നലെ പുറത്തോട്ട് വിട്ടിട്ടുള്ള അവരുടെ ഒരു ലേഖനത്തിലും ഇന്നലെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഇറാൻ്റെ ചില ഭാഗങ്ങളിൽ വീണ്ടും US-ൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളാണെന്നും പറഞ്ഞ് US പല സ്ഥലത്തും ഇന്നലെ ഇന്നലെ ബോംബ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് ആ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് കുവൈറ്റ് കേന്ദ്രീകരിച്ചിട്ടുള്ള അമേരിക്കൻ ആക്രമണങ്ങളായതുകൊണ്ട് തന്നെ കുവൈറ്റിലോട്ട് നല്ല രീതിയിൽ ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബേസുകളോട് കേട്ടോ. അല്ലാണ്ട് ഈ ഇസ്രായേലിനെ പോലെ സിവിലിയൻസിൻ്റെ അടുത്തോട്ടൊന്നുമില്ല, അവിടുത്തെ സാധാരണ അമേരിക്കൻ ബേസുകളിലോട്ടാണ് ഈ ആക്രമണങ്ങൾ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ നമ്മൾ കണ്ടിട്ട് ഇറാൻ്റെ കപ്പൽ കഴിഞ്ഞ ദിവസം
തകർത്തിട്ടുണ്ട്. ഇറാൻ്റെ കപ്പലായിട്ടുള്ള ലിൻ സ്റ്റാർ ആക്രമിച്ചതിന് തിരിച്ചടിയായിട്ട് അമേരിക്കൻ ഇസ്രായേലി ഉടമസ്ഥതയിലുള്ള കപ്പലായിട്ടുള്ള MSC രസിസ എന്ന് പറഞ്ഞിട്ടുള്ള കപ്പലുണ്ട്. MSC സരിസ എന്ന് പറഞ്ഞ കപ്പലാണ് ഇന്നലെ ക്രൂയിസ് മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. കപ്പലിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്. വെള്ളം അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്, കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഏതാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് കണ്ട് ഇതാണ് അവിടുത്തെ സ്ട്രേറ്റ് ഓഫ് ഹോർമസിലെ അവസ്ഥ. കംപ്ലീറ്റ്ലി സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി അതിലൂടെ ഈ പരിപാടികളൊക്കെ തീർന്നിട്ട് പോയാൽ മതി നിങ്ങൾ എന്നുള്ള ഒരു മെസ്സേജും കൂടെ ഇറാൻ്റെ സൈഡിൽ നിന്ന് ഇപ്പം ലോകരാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ UAE ഏറ്റ അടി, അതായത് UAEയുടെ അൽദഫ്ര ബേസിനേറ്റ അടിയുടെ ആഘാതം എത്രത്തോളാണെന്നും പറഞ്ഞിട്ട് ഇന്നലെ അതിൻ്റെ കംപ്ലീറ്റ് അതായത് ഏരിയൽ വിഷ്വൽസ് ഇന്നലെ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഇറാൻ്റെ സൈഡിൽ നിന്ന് അതിന് ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഏത് രീതിയിലാണ് അമേരിക്കയ്ക്ക് അടി കിട്ടിയത് UAEയിൽ എന്നുള്ളത് വ്യക്തമാക്കി തരുന്നത്, അല്ലെങ്കിൽ UAEക്ക് തന്നെ, അതായത് ഇസ്രായേലിനെ കൂടെ നിന്ന് അമേരിക്കയുടെ കൂടെ നിന്ന് ഇറാൻ ആക്രമിച്ചിട്ടുള്ള UAEക്ക് കിട്ടിയ അടി എത്രത്തോളമാണെന്ന് കാണിച്ചു തരുന്ന ചില വിഷ്വൽസ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് അൽദഫ്ര എയർബേസ് ആണ്. അൽദഫ്രയിലെ എയർബേസ് വിമാനത്താവളത്തിലെ ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണത്തിൽ ഉണ്ടായിട്ടുള്ള അവിടുത്തെ സിസ്റ്റംസ്, അതായത് അമേരിക്കയുടെ വിമാനങ്ങളും അവരുടെ റഡാർ സിസ്റ്റങ്ങളും അവരുടെ മിസൈൽ ഇൻ്റർസെപ്റ്റേഴ്സിനും ഒക്കെ എല്ലാം തകർത്ത രീതിയിലുള്ള ഒരു സംഭവമാണ്. പ്രധാനമായിട്ടുള്ള നാശനഷ്ടങ്ങൾ, അതായത് സാബ് ഗ്ലോബൽ ഐ എന്ന് പറഞ്ഞിട്ടുള്ള വിമാനത്തിൻ്റെ തകർച്ച ഏകദേശം 100 കോടി $1 ബില്യൺ വിലമതിക്കുന്ന അത്യാധുനിക വിമാനങ്ങളാണിത്. ആ വിമാനം തകർന്നതിൻ്റെ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ തകർന്നതിൻ്റെ ഇമേജസും വീഡിയോസും ഒക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, വിമാനത്താവളത്തിലെ ഒന്നിലധികം വിമാന ഹാങ്ങറുകൾ, അതായത് എയർക്രാഫ്റ്റ് ഹാങ്ങേഴ്സും അതുപോലെ മിസൈൽ ആക്രമണത്തിൽ കടുത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. UAEയുടെ തന്നെ ശക്തമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഭേദിച്ചിട്ടാണ് ഇറാൻ്റെ ഈ മിസൈലുകൾ ഈ കെട്ടിടത്തിൽ പതിച്ചിട്ടുള്ളത്, അൽദഫ്രയിൽ പതിച്ചിട്ടുള്ളത്. മാത്രമല്ല, UAEയുടെ പ്രധാന യുദ്ധവിമാനങ്ങളായിട്ടുള്ള മിറാഷ്, നമുക്കറിയാം മിറാഷ് 2009 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് നിർമ്മിത വിമാനങ്ങളുണ്ട്. ഈ വിമാനങ്ങളൊക്കെ അതിൻ്റെ വിമാനങ്ങളും ഡ്രോൺ യൂണിറ്റുകളും നിലയുറപ്പിച്ചിട്ടുള്ള താവളമായി UAEയുടെ ആക്രമണത്തിന് ശേഷി കംപ്ലീറ്റ് തകർക്കുക എന്നുള്ളതായിരുന്നു ഇറാൻ്റെ പ്ലാന്. അതായത് ഇറാനിലോട്ട് അടിക്കുമ്പം അതിനെ തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇറാൻ ഇത്തരത്തിൽ ഈ സ്ഥലങ്ങളിലോട്ട് ലക്ഷ്യം വെച്ചിട്ട് കംപ്ലീറ്റ് തീർത്ത് കളഞ്ഞത്, ആ ഒരു അൽദഫ്ര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കംപ്ലീറ്റ് യൂണിറ്റും. അതുമാത്രമല്ല, ഇറാഖിലെ സൈനിക കേന്ദ്രങ്ങളിലോട്ടും ഇറാൻ്റെ ആക്രമണം നടന്നിട്ടുണ്ട്. അവിടെ ഒരു ബ്രിട്ടീഷ് സൈനികൻ മരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു അമേരിക്കൻ സൈനികനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതൊരു അതായത് അവിടെ ഒരു പരിശീലനം നടക്കുന്നതിൻ്റെ ഇടക്കുണ്ടായിട്ടുള്ള അപകടമാണെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നില്ല. ഇറാൻ്റെ ആക്രമണങ്ങളും അല്ലെങ്കിൽ ഇറാൻ്റെ സായുധ ഗ്രൂപ്പുകളായിട്ടുള്ള മിലീഷ്യകളും ആക്രമിച്ചതല്ല, ഞങ്ങൾ തന്നെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില അപകടങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങൾ 2 ആൾക്കാർ മരിച്ചുപോയെന്നാണ് അമേരിക്കയുടെ സൈഡിൽ നിന്നുള്ള ഇതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നത്. ഏതായാലും അത് ദുരൂഹതയാണെന്ന് എല്ലാവർക്കും ഒരു കാലത്തും സമ്മതിച്ചു തരാറില്ല ഇത്തരത്തിലുള്ള മരണങ്ങളും കാര്യങ്ങളൊന്നും. ഇറാൻ്റെ ശക്തി ലോകം തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ആളുകൾ മരിക്കുന്നു എന്നുള്ള ആ ഒരു അക്സെപ്റ്റൻസ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ മരണങ്ങൾ വരുമ്പം അത് സ്വയം വെടിവെച്ചിട്ടതായിട്ടും സ്വയം ആത്മഹത്യയായിട്ടും അല്ലെങ്കിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചതായിട്ടുള്ള വാർത്തകളിലോട്ട് അത് ഒതുക്കി കളയാൻ ട്രൈ ചെയ്യുന്നത്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ യുദ്ധം എവിടെ എത്താത്ത രീതിയിൽ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ അവസ്ഥ അറിയാലോ, വിലക്കയറ്റം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ എണ്ണ കമ്പനികൾ പറയുന്നത്, ഇത്രയും കാലം നമ്മൾ ഊറ്റിയ കമ്പനികൾ ഇപ്പം കുറച്ച് നഷ്ടം അവർക്ക് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് നഷ്ടം സഹിക്കാൻ പറ്റുന്നില്ല, ഇനിയുള്ള എണ്ണയുടെ വില 12 രൂപ വരെ ഇനിയും കൂട്ടാനുള്ള പ്ലാനിങ്ങിലാണ്. ഓൾറെഡി LPG കൂടി, എല്ലാം കൂടി, സാധനങ്ങൾക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ഇതൊന്നും അറിയാണ്ട് ലോകം ചുറ്റി, അല്ലെങ്കിൽ കുറേ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ് പത്രങ്ങൾക്ക് മുമ്പിൽ വഴി കൊടുക്കാണ്ട്, ഇനി എക്സാം തകർത്ത് CBSE എക്സാം തകർത്തതിനെ പറ്റി ഒന്നും പൊളിക്കാണ്ട് ഇപ്പോഴും ജയശ്രീരാം വിളിച്ച് നടക്കുകയാണ് ഒരു സൈഡിൽ കൂടെ. നമ്മുടെ പുത്രന്മാരും അതിന് കീജെ വിളിച്ച് നടക്കുന്ന ആണുങ്ങളായതുകൊണ്ട് ഒന്നും അറിയുന്നില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് ഏത് രീതിയിലാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് സാധാരണക്കാർക്ക് അറിയാം. പിന്നെ എന്താണ് പറയുക, യുദ്ധം ഒന്നിനും ഒരു പരിഹാരം അല്ല എന്നുണ്ടെങ്കിലും ഇപ്പോഴും യുദ്ധം അതിൻ്റെ വഴി സ്ട്രോങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റങ്ങളും അവിടെ ഇതുവരെ വന്നിട്ടില്ല. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനെ തകർക്കാനോ അല്ലെങ്കിൽ ഇറാൻ ഇല്ലാണ്ടാക്കി അത് പിടിച്ചെടുത്ത് ഞങ്ങളാണെല്ലാം എന്ന് കാണിക്കാൻ ഇതുവരെ അവരെ കൊണ്ടും പറ്റിയിട്ടില്ല. ഇറാൻ്റെ ചെറുത്തുനിൽപ്പും ഇറാൻ്റെ തിരിച്ചടിയും അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ. ഏതായാലും നല്ലൊരു റിസൾട്ടിനായിട്ട് നമുക്ക് കാത്തിക്കാം. വേറെ അപ്ഡേറ്റുകളൊന്നും ഇപ്പോൾ യുദ്ധത്തിനെ പറ്റി ഇന്ന് പറയാനില്ല. വേറെ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ബൈ.